പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗീയ പിതാവേ, നിൻ്റെ പരിസ്ഥാനത്തിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നു. വീണ്ടും ഒരു ഓൺലൈൻ ക്ലാസ് കൂടെ കർത്താവെ പരസ്പരമാകാനും കർത്താവെ പാഠങ്ങൾ പഠിപ്പാൻ തന്ന അവസരങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ ഇന്ന് പഠിക്കുന്ന പാഠം ഏറ്റവും അനുഗ്രഹപ്രദമായി സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അഞ്ചോളം അവരുടെ മാതാപിതാക്കന്മാരെ അഞ്ചോളം കർത്താവെ അവരെ പഠിക്കുന്ന ഓരോ അധ്യാപകരും വിശത്തിരിക്കണമേ, ബലപ്പെടുത്തണമേ. അപ്പോൾ കർത്താവെ ഈ ഓൺലൈൻ ക്ലാസ് കൂടെ ദർശിക്കുന്ന കുഞ്ഞുങ്ങളും നിൻ്റെ കർത്താവെ വചനം കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിസരമായ ക്ലാസ് അനുസരിച്ചുള്ളമേ കർത്താവെ അവിടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ പഠനവും മറ്റ് ഡേ ക്ലാസ്സുകളുടെ പഠനവും നീ അനുഗ്രഹപ്രദമായി പ്രസംഗിക്കണം. അവിടെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു കർത്താവെ ശത്രുവാരങ്ങൾ പോയിട്ടുള്ളമേ സർവ്വസ്ഥിതി ന്യായത്തെ അപേക്ഷിക്കുന്നു ഉപയോഗം ആണ്. വീണ്ടും ഓരോ ഓൺലൈൻ ക്ലാസ് കൂടെ നമുക്ക് കണ്ടുമുട്ടാൻ സഹായിച്ചതിൽ പ്രത്യേകമായിട്ട് സന്തോഷവും എല്ലാ അനുഗ്രഹവും നൽകുന്നു. പ്രത്യേകിച്ചും വീണ്ടും എൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 പാഠങ്ങളാണ് നമ്മൾ റിവൈസ് ചെയ്തിരുന്നത്. അതായത് പ്രവാചകൻ്റെ പുസ്തകം, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം, എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം, 3 പ്രവാചകന്മാരെ പറ്റിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് 3 ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തനം ചേരുന്നത്. നമ്മൾ ആവർത്തന ക്ലാസ്സുകളിൽ അടുത്ത 4ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ 12 പാഠങ്ങൾ മാത്രമേ ക്ലാസ്സുകൾ പരീക്ഷയ്ക്ക് വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇന്ന് തൊട്ട് നമുക്ക് 4 തൊട്ട് 8 വരെയുള്ള പാഠങ്ങളാണ് തുടർച്ചയായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിന്ന് പഠിക്കുന്നത് 4ാമത്തെ പാഠമാണ്. പഴയ നിയമത്തിൻ്റെ സാംസ്കാരികവും തത്വശാസ്ത്രപരമായ പശ്ചാത്തലം എന്നതാണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ്. പഴയ നിയമത്തിൻ്റെ സാംസ്കാരികവും തത്വശാസ്ത്രപരമായ പശ്ചാത്തലം. വേദഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ തന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ. വാക്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് നമുക്ക് മനപ്പാഠ വാക്യമായിട്ട് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിൾ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു, അവയേത്? ബൈബിൾ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു, അവയേത്? ഓരോ ഭാഗങ്ങളിലും എത്ര പുസ്തകങ്ങൾ വീതം അടങ്ങിയിരിക്കുന്നു? ഓരോ ഭാഗങ്ങളിൽ എത്ര പുസ്തകങ്ങൾ വീതം അടങ്ങിയിരിക്കുന്നു? ബൈബിള് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ പഴയ നിയമത്തിൽ 39 പുസ്തകവും പുതിയ നിയമത്തിൽ 27 പുസ്തകമാണ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ 66 പുസ്തകങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ പുസ്തകമായിട്ട് നമുക്ക് ബൈബിള് നമ്മുടെ കയ്യിലുള്ള ബൈബിള് അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിലെ പഴയ നിയമ ഭാഗത്ത് ഏത് ജനതയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിലെ പഴയ നിയമ ഭാഗത്ത് ഏത് ജനതയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇസ്രായേൽ ജനതയുടെ മതപരവും ചരിത്രപരമായ രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനതയുടെ മതപരവും ചരിത്രപരമായ രേഖകളാണ് പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിന് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന പേരുകൾ ഏവ? പഴയ നിയമത്തിന് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന പേരുകൾ ഏവ എന്ന് നോക്കാം. 1 എബ്രായ ബൈബിളിൽ നിന്നും 2 യഹൂദ ബൈബിൾ എന്നും പറയുന്നു. എബ്രായ ബൈബിളിൽ നിന്നും യഹൂദ ബൈബിളിൽ നിന്നും 2 ഭാഗങ്ങളായിട്ട് പഴയ നിയമത്തെ ഭാഗത്തെ തിരിച്ചിരിക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, എബ്രായ ബൈബിളിലെ ആദ്യ ഭാഗത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എബ്രായ ബൈബിളിലെ ആദ്യ ഭാഗത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതിൽ എത്ര പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു? ഉത്തരമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എബ്രായ ബൈബിളിലെ ആദ്യ ഭാഗത്തെ തോറ എന്നാണ് അറിയപ്പെടുന്നത്. തോറ, അതിൻ്റെ അർത്ഥം ന്യായപ്രമാണം എന്നാണ് അറിയപ്പെടുന്നത്. ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്നാണ് ഈ തോറ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 5 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന 5 ഭാഗങ്ങളായിട്ട് ഈ തോറ എന്ന ഭാഗത്തെ, അല്ലെങ്കിൽ എബ്രായ ബൈബിളിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള തോറ എന്ന ഭാഗത്തെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇത് ന്യായപ്രമാണ പുസ്തകം അറിയപ്പെടുന്നു. ന്യായപ്രമാണ പുസ്തകം എന്നും ഇതിനെ ഈ തോറ എന്ന പുസ്തകത്തെ അല്ലെങ്കിൽ തോറ എന്ന ഭാഗത്തെ ന്യായപ്രമാണ പുസ്തകങ്ങളെന്നും അറിയപ്പെടുന്നു. 5 ഭാഗങ്ങളെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന ഈ 5 ഭാഗങ്ങളെ ന്യായപ്രമാണം അല്ലെങ്കിൽ തോറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബൈബിളിലെ 5 പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്ന് നോക്കാം. അത് മോശയാണ്. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയത്, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന പുസ്തകങ്ങൾ മോശയാണ് എഴുതപ്പെട്ടതെന്ന് അറിയപ്പെടുന്നു. പ്രവാചകരെ അല്ലെങ്കിൽ നബി എന്ന ഭാഗങ്ങളെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രവാചകന്മാരെ 2 ഭാഗങ്ങളായിട്ട് 2 വിഭാഗത്തിൽപ്പെട്ടവരായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ ഭാഗം യോശുവ, 1-2 രാജാക്കന്മാർ, 1-2 ശമൂവേൽ, ന്യായാധിപന്മാർ
എന്നും അവരെ മുൻ പ്രവാചകന്മാർ എന്നും പറയപ്പെടുന്നു. അതായത് യോശുവ 1-2 രാജാക്കന്മാർ, 1-2 സാമുവേൽ, ന്യായാധിപന്മാർ എന്നിവരെ മുൻ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നു. പിൻ പ്രവാചകന്മാരെന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ പ്രവാചകന്മാരെന്നറിയപ്പെടുന്നത് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ എന്ന പ്രവാചകന്മാർ പിൽക്കാല പ്രവാചകന്മാരെന്നറിയപ്പെടുന്നു. അങ്ങനെ മുൻകാല പ്രവാചകന്മാരെന്നും പിൽക്കാല പ്രവാചകന്മാരെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഖെതുവിൻ അല്ലെങ്കിൽ എഴുത്തുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ ഏവ? ഖെതുവിൻ എന്ന് പറയും, അല്ലെങ്കിൽ എഴുത്തുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ ഏവ എന്ന് നോക്കാം. സങ്കീർത്തനം, ഇയ്യോബ്, സദൃശവാക്യം, രൂത്ത്, ഉത്തമഗീതം, സഭാപ്രസംഗി, വിലാപങ്ങൾ, എസ്റ്റർ, ദാനിയൽ, എസ്ര, നെഹമ്യാവ്, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം എന്നീ പുസ്തകങ്ങളെ ഖെതുവിൻ അല്ലെങ്കിൽ എഴുത്തുകൾ എന്നറിയപ്പെടുന്നു. സങ്കീർത്തനം, ഇയ്യോബ്, സദൃശവാക്യം, രൂത്ത്, ഉത്തമഗീതം, സഭാപ്രസംഗി, വിലാപങ്ങൾ, എസ്തർ, ദാനിയൽ, എസ്ര, നെഹമ്യാവ്, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം എന്നീ പുസ്തകങ്ങളെ എഴുത്തുകൾ എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു. പഴയ നിയമ കാനോൻ എന്ന് പറഞ്ഞാൽ എന്ത്? പഴയ നിയമ കാനോൻ എന്ന് പറഞ്ഞാൽ എന്ത്? അംഗീകരിക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥങ്ങളെയാണ് പഴയ നിയമ കാനോൻ എന്നറിയപ്പെടുന്നത്. അംഗീകരിക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ സംഖ്യയാണ് പഴയ നിയമ കാനോൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാനോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? കാനോൻ എന്ന ഗ്രീക്ക് പദം ഖാനെ എന്ന എബ്രായ പദത്തിൽ നിന്നുണ്ടായതാണ്. ഖാനാൻ എന്ന ഗ്രീക്ക് പദം ഖാനെ എന്ന എബ്രായ പദത്തിൽ ഉണ്ടായതാണ്. മാനദണ്ഡം അല്ലെങ്കിൽ അളവ് എന്നാണ് ഇതിനർത്ഥം. കാനോൻ എന്ന പദത്തിൻ്റെ അർത്ഥം മാനദണ്ഡം അല്ലെങ്കിൽ അളവ് എന്നാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സംഖ്യാപുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം എന്നിവയ്ക്ക് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന പേരെന്ത്? സംഖ്യാപുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം എന്നീ 2 പുസ്തകങ്ങൾക്ക് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന പേരെന്ത്? സംഖ്യാപുസ്തകത്തിന് യഹോവയുടെ യുദ്ധപുസ്തകമെന്നും ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശൂരന്മാരുടെ പുസ്തകം എന്നറിയപ്പെടുന്നു. സംഖ്യാപുസ്തകത്തിന് യഹോവയുടെ യുദ്ധപുസ്തകമെന്നും ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശൂരന്മാരുടെ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏഴാമത്തെ പുസ്തകം നോക്കാം. പുരാതന സംസ്കാരത്തിലും സാഹിത്യത്തിൻ്റെ ആദ്യഘട്ടം ഏത് രൂപത്തിലാണ് നിലനിന്നിരുന്നത്? പുരാതന സംസ്കാരത്തിലുള്ള സാഹിത്യത്തിൻ്റെ ഘട്ടം ഏത് രൂപത്തിലാണ് നിലനിന്നിരുന്നത്? പദ്യ രൂപത്തിലാണ് അത് പ്രവചിക്കുന്നത്. അതായത് പുരാതന സംസ്കാരത്തിൻ്റെ സാഹിത്യം എഴുതുന്നതെല്ലാം പദ്യ രൂപത്തിലായിരുന്നു. അതേ പദ്യ രൂപത്തിൽ പാട്ടുകളുടെ രീതിയിൽ അതിന് ട്യൂൺ കൊടുത്ത് അത് പാട്ടുകളുടെ രൂപത്തിൽ അത് മറ്റുള്ളവർ പഠിപ്പിച്ച് അത് മുന്നോട്ട് അങ്ങനെ അത് പ്രചാരത്തിൽ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പദ്യ രൂപത്തിലാണ് അത് നിലനിർത്തിയിരുന്നത്. ഇനി നമുക്ക് പാഠം 5 നോക്കാം. പാഠം 5-ലെ ഹെഡിങ് ബൈബിളും ശാസ്ത്രവും എന്നുള്ളതാണ്. ബൈബിളും ശാസ്ത്രവും വേദഭാഗമായിട്ട് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ, സങ്കീർത്തനം 19 1 മുതൽ 14 വരെ ഭാഗങ്ങൾ, ഇയ്യോബ് 38 അധ്യായം 4 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ ആണ് വേദഭാഗമായിട്ട് തന്നിരിക്കുന്ന ഭാഗം. വാക്യം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബൈബിൾ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുണ്ടായതാണ്? ബൈബിൾ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുണ്ടായതാണ്? ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പദം ഉണ്ടായത്. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത്. ബിബ്ലിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? പുസ്തകം എന്ന് മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. ബിബ്ലിയ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകം എന്ന അർത്ഥമേ അതിനുള്ളൂ. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അറിവ് എന്നാണ് അതിൻ്റെ അർത്ഥം. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിൾ പൊതുവായി നമ്മെ അറിയിക്കുന്ന കാര്യം എന്താണ്? ബൈബിളിൽ കൂടെ പൊതുവായി നമ്മൾ അറിയപ്പെടുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ലോകത്തോടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവപ്രവർത്തികളുടെ ആകെത്തുകയുമാണ് ബൈബിൾ കാണുന്നത്. ലോകത്തോടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവപ്രവർത്തികളുടെ ആകെത്തുകയുമാണ് ബൈബിൾ കൂടെ നമുക്ക് വെളിപ്പെട്ട് കാണുന്നത്. സയൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം എന്താണ്? ശാസ്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. സയൻസ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ശാസ്ത്രം എന്നാണ്. സയൻസ് എന്ന വാക്കിൻ്റെ ലാറ്റിൻ ഭാഷ എന്താണ്? സയൻസ് എന്ന വാക്കിൻ്റെ ലാറ്റിൻ ഭാഷ സൈന്ത്യ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. സൈന്ത്യ, അറിവ് എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. ആ ലാറ്റിൻ ഭാഷ സയൻസ് എന്ന ലാറ്റിൻ ഭാഷയുടെ സൈന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം അറിവെന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ആളിനെ വിളിക്കുന്ന പേരാണ്. ശാസ്ത്രത്തെ
പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ആളെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞൻ എന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രജ്ഞൻ എന്ന ആൾ ശാസ്ത്രത്തെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ ശാസ്ത്രജ്ഞൻ എന്നാണ് അറിയപ്പെടുന്നത്. ബൈബിൾ ചരിത്രം വെറും മിഥ്യയാണെന്ന് പറയുന്ന ശാസ്ത്ര സിദ്ധാന്തം ഏത്? ബൈബിൾ ചരിത്രം വെറും മിഥ്യയാണെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അറിയിച്ച ശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ് അത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ് ബൈബിൾ വരെ ചരിത്രം മിഥ്യയാണെന്ന് പറയുന്നത്. ബൈബിളിലെ ചരിത്രപ്രകാരം മനുഷ്യനുണ്ടായിട്ടുള്ള എത്ര വർഷം പഴക്കമാണ് കാണുന്നത്? ബൈബിളിലെ ചരിത്രപ്രകാരം മനുഷ്യനുണ്ടായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട് എത്ര വർഷം മാത്രം ആയിട്ടുള്ളത് നോക്കണം. 6000 വർഷം മാത്രമേ ബൈബിൾ ചരിത്രപരമായിട്ട് നമുക്ക് മനുഷ്യ ചരിത്രത്തെ കാണുന്നുള്ളൂ. 6000 വർഷം മാത്രമേ മനുഷ്യൻ്റെ ഉണ്ടായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് എന്ന് ബൈബിൾ തെളിയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള കാലനിർണ്ണയ പട്ടിക ഉണ്ടാക്കിയത് ആരാണ്? പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാലനിർണ്ണയ പട്ടിക ഉണ്ടാക്കിയത് ആരാണ്? ആർച്ച് ബിഷപ്പ് അഷർ എന്നാണ് ആളാണ് ഒരു അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാലനിർണ്ണയ പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് അഷർ എന്നുള്ള ആളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പും പിമ്പും കാലത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ക്രിസ്തുവിന് മുമ്പും പിമ്പും ഉള്ള കാലഘട്ടത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അവ ഏതാണെന്ന് നോക്കാം. ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ BC എന്നും, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്നും, പിന്നീടുള്ള കാലത്തെ ക്രിസ്തു വർഷം AD അല്ല അനോ ഡൊമിനി ഇൻ ദ ഇയർ ഓഫ് ലോർഡ് എന്നും തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ BC എന്നും പിമ്പുള്ള കാലത്തെ AD എന്നും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ബൈബിളും സയൻസും തമ്മിലുള്ള പൊരുത്തക്കേടിൻ്റെ കാരണങ്ങൾ ഏവ? ബൈബിൾ ശാസ്ത്രവും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അതിന് കാരണം ഏതാണ്? പ്രപഞ്ചശാസ്ത്രം, മനുഷ്യ ഉൽപ്പത്തി, ചരിത്രം, ദൈവശാസ്ത്രം, പ്രവചനം, അത്ഭുത പ്രവർത്തികൾ ഇവ മുഖാന്തരമാണ് ബൈബിളും ശാസ്ത്രവും തമ്മിൽ പൊരുത്തമില്ലാതെ ഈ പോകുന്ന കാര്യങ്ങളിൽ പെട്ട 6 കാര്യങ്ങളാണ് പ്രപഞ്ചശാസ്ത്രം, മനുഷ്യ ഉൽപ്പത്തി, ചരിത്രം, വൈദ്യശാസ്ത്രം, പ്രവചനം, അത്ഭുത പ്രവർത്തികൾ. ഇവ തമ്മിൽ കൂടുതൽ വിശദീകരിച്ച് പഠിക്കുകയാണെങ്കിൽ ബൈബിൾ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളല്ല. എന്നാൽ ശാസ്ത്രത്തിൻ്റെ പല കാര്യങ്ങളും ബൈബിളിൽ ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയും ചെയ്യും. ആദി ദൈവം എന്ന് ഉൽപ്പത്തി പുസ്തകത്തെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രശസ്തി എന്താണ്? ആദിയിൽ ദൈവം എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് പ്രശസ്തി എന്താണെന്ന് നോക്കാം. പ്രപഞ്ചത്തിന് മുമ്പും ദൈവം ഉണ്ടായിരുന്നു എന്നും ദൈവമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നും നമുക്ക് എന്നുള്ള ദൈവം നിത്യനായിട്ടുള്ളവനാണെന്നും ഉയർത്തിക്കാട്ടുന്ന ഭാഗമാണ് ആദിയിൽ ദൈവം എന്നുള്ള ആ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന് മുമ്പും അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാക്കിയതിന് മുമ്പ് ദൈവം ഉണ്ടായിരുന്നെന്നും ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്നും ഉള്ള നിത്യസത്യം ഉയർത്തിക്കാട്ടാനാണ് ഇതിൽ കൂടെ ചെയ്യുന്നത്. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവോദ്ദേശം പ്രകടമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യൻ എന്തിനാ ദൈവത്വം സൃഷ്ടിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. സൃഷ്ടിയിലാണ് മനുഷ്യനെക്കുറിച്ച് ദൈവം ഉദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതായത് മനുഷ്യ സൃഷ്ടിയിലാണ് മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ചു. അതിൽ സൃഷ്ടിയിൽ കൂടെയാണ് മനുഷ്യനെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവം പ്രകടമാക്കുന്നത് നമുക്ക് സാധിക്കും. മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത, മനുഷ്യ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. ദൈവത്തിൻ്റെ സംസാരത്തിൽ മനുഷ്യ സൃഷ്ടിച്ചു എന്നത് നമുക്കറിയാൻ സാധിക്കും. ദൈവം മനുഷ്യനെ സ്വന്തം സൃഷ്ടി, അതായത് ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യരിലൂടെയും മാനവ ചരിത്രത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കും. മനുഷ്യരിലൂടെയും മാനവ ചരിത്രത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സാധിക്കും. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവി എന്തെന്ന് നോക്കാം. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവി എന്താണ്? ദൈവസംസർഗം അനുഭവിക്കാൻ കഴിയുന്നു എന്നതിലൂടെയാണ് മനുഷ്യന് ലഭിക്കുന്ന വലിയ പദവി. ദൈവസംസർഗം അനുഭവിക്കാൻ മനുഷ്യന് കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യൻ കൊടുത്തിരിക്കുന്ന ആ വലിയ പദവി. ബൈബിളിൽ വിവരിച്ച് കാണിച്ചിരിക്കുന്ന ദൈവികമായും മാനുഷികമായ ബന്ധം എന്താണെന്ന് നോക്കാം. ബൈബിൾ വിവരിച്ച് കാണിച്ചിരിക്കുന്ന ദൈവിക മാനുഷിക ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ പാപവും വീഴ്ചയും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം
അവൻ്റെ തിരിച്ചുവരവിനായി കാക്ഷിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടെടുപ്പിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവവും മനുഷ്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത. അതായത് മനുഷ്യൻ പാപത്തിൽ വീണു, അവൻ വീഴ്ചയും അവനെ ദൈവത്തിൽ നിന്ന് ആ പാപം ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം അവനെ തിരിച്ചുവരവിനായി കാക്ഷിക്കുകയും അവന് വീണ്ടെടുപ്പിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 6ാമത്തെ പാഠം നോക്കാം. പാഠം 6 ഹെഡിങ്ങായിട്ട് വന്നിരിക്കുന്നത് സഭയും ദൈവരാജ്യവും എന്നുള്ളതാണ്. സഭയും ദൈവരാജ്യം എന്നുള്ളതാണ്. വേദഭാവം ലൂക്കോസ് സുവിശേഷം 9-6 വരെയുള്ള ഭാഗങ്ങളാണ്. ലൂക്കോസ് സുവിശേഷം 9-6 വരെയുള്ള ഭാഗങ്ങൾ. വാക്യം ലൂക്കോസ് സുവിശേഷം 11-32 വരെയുള്ള ഭാഗങ്ങളാണ്. വാക്യം ലൂക്കോസ് സുവിശേഷം 11-32 വാക്യമാണ്. ദൈവരാജ്യ ചിന്തകൾക്ക് ദൃശ്യവും വർത്തമാനകാല തുടർച്ചയും നൽകുന്നത് ഘടകം ഏതാണെന്ന് നോക്കാം. ദൈവരാജ്യ ചിന്തകൾക്ക് ദൃശ്യതയും വർത്തമാനകാല തുടർച്ചയും നൽകുന്ന ഘടകം ഏതാണ്? സഭയാണ് ഇവ നൽകുന്നത്. സഭയാണ് ദൈവരാജ്യ ചിന്തകൾക്കും വർത്തമാനകാലത്തിന് തുടർച്ചയായിട്ട് നൽകപ്പെടുന്ന കാര്യം. യേശുവിൻ്റെ പ്രഘോഷങ്ങളുടെ എല്ലാം അടിസ്ഥാന കാര്യം എന്താണെന്ന് നോക്കാം. യേശുവിൻ്റെ പ്രഘോഷങ്ങളുടെ അല്ലെങ്കിൽ പ്രസംഗങ്ങളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നതാണ്. ദൈവരാജ്യത്തെ പറ്റിയാണ് യേശു ക്രിസ്തു പ്രസംഗം ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉച്ചനീചത്വത്തെക്കുറിച്ചും ചൂഷണത്തിനും സ്ഥാനമില്ലാത്ത നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇടമാണ് ദൈവരാജ്യം എന്ന് പറയാം. ഉച്ചനീചത്വങ്ങൾക്കും ചൂഷണത്തിനും സ്ഥാനമില്ലാത്ത നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇടമാണ് ദൈവരാജ്യം. നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇടമാണ് ദൈവരാജ്യം എന്ന് നമുക്ക് അർത്ഥം സാധിക്കും. എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ടുള്ള അവകാശപ്പെട്ടത് എന്താണെന്ന് നോക്കാം. എല്ലാ ജനങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടത് എന്താണ്? ദൈവം നൽകുന്ന രക്ഷയും തുല്യതയുമാണ് എല്ലാ ജനങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടത്. രക്ഷയും തുല്യതയും ആണ് ദൈവം നൽകുന്ന തുല്യത അല്ലെങ്കിൽ ആ പദവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരസ്പര പൂരകങ്ങളായി യേശു ഉപയോഗിക്കുന്ന 2 പദങ്ങൾ ഏവയാണെന്ന് നോക്കാം. പരസ്പര പൂരകങ്ങളായി യേശു ഉപയോഗിക്കുന്ന 2 പദങ്ങൾ ഏവയാണെന്ന് നോക്കാം. 1 ദൈവരാജ്യം, 2 സ്വർഗരാജ്യം എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന 2 വാക്കുകളാണ് യേശു ക്രിസ്തു തൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഭൂമിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്ത്? ഭൂമിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്താണെന്നോ? സഭയാണ് അടയാളമായി തന്നിരിക്കുന്നത്. സഭയാണ് ഭൂമിയിൽ ദൈവം നിക്ഷേപിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളമായി തന്നിരിക്കുന്ന ഭാവം. കിരിയോക്കോൺ എന്ന യവനപദത്തിൻ്റെ അർത്ഥം എന്താണ്? കിരിയോക്കോൺ എന്ന യവനപദത്തിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ വക അല്ല, കർത്താവിനുള്ളത് എന്നാണ് അതിന് തന്നിരിക്കുന്ന നിർവചനം. അതായത് കർത്താവിൻ്റെ വക അല്ല, കർത്താവിനുള്ളത് എന്നർത്ഥം മാത്രമേ കിരിയോക്കോൺ എന്ന വാക്കിന് അർത്ഥമായിട്ടുള്ളൂ. ദൈവരാജ്യത്തിലേക്കുള്ള വഴിയും ഉയർത്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിരന്തരമായി അനുഭവിക്കുന്ന സമൂഹം ഏത്? ദൈവരാജ്യത്തിലേക്കുള്ള വഴിയും ഉയർത്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിരന്തരമായി അനുഭവിക്കുന്ന സമൂഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയാണ് ദൈവരാജ്യത്തേക്കുള്ള വഴി. അതുപോലെ ഉയർത്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിരന്തരമായി അറിയിക്കുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് സഭയാണെന്ന് നമുക്ക് സാധിക്കും. ചർച്ച് എന്നതിന് മലയാള ഭാഷ ഏതാണ്? ചർച്ച് എന്നതിന് സഭ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പുതിയ നിയമവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എക്ലീസിയ എന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പുതിയ നിയമവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എക്ലീസിയ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. സഭ അല്ലെങ്കിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടത് എന്നാണ് ഇതിനർത്ഥമുള്ളൂ. എക്ലീസിയ എന്നുള്ള അതിനർത്ഥം സഭ അല്ലെങ്കിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. കാഹൽ അല്ലെങ്കിൽ QAHIL എന്ന എബ്രായ പദത്തിന് കാഹൽ എന്ന എബ്രായ പദത്തിൻ്റെ എന്താണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവനിയോഗപ്രകാരം ചേരുന്ന ദൈവജനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവനിയോഗപ്രകാരം വന്നു ചേരുന്ന ജനക്കൂട്ടം എന്ന് മാത്രമേ കാഹൽ എന്ന എബ്രായ പദത്തിന് അർത്ഥമുള്ളൂ. സഭയുടെ പ്രതീകങ്ങളും പ്രയോഗങ്ങളും ഏവാൻ നോക്കാം. സഭയുടെ പ്രതീകങ്ങളും പ്രയോഗങ്ങളും ഏവാം. 1 ദൈവജനം, 2 ഭവനം, 3 ഭവനം കുടുംബം, 3 ആത്മീയ ഭവനം, 4 രാജ്യം ആലയം മന്ദിരം, 5 പുതിയ മാനവികത, 6 സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി, 7 സഭ മുന്തിരിവള്ളി കൊമ്പും, 8 സഭ കർത്താവിൻ്റെ ശരീരം എന്നുള്ളതാണ്. അതായത് സഭയുടെ പ്രതീകാത്മകമായിട്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ദൈവജനം, 2 ഭവനം കുടുംബം,
3 ആത്മീയ ഭവനം, 4 രാജ്യം, ആലയം, മന്ദിരം, 5 പുതിയ മാനവീയത, 6 സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി, 7 സഭ മുന്തിരിവള്ളി കൊമ്പു, 8 സഭ കർത്താവിൻ്റെ ശരീരം എന്നിവയാണ് സഭയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. യഹൂദൻ്റെ ദൂരയാത്രയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. യഹൂദ മതത്തിൽപ്പെട്ട ഒരാൾ ദൂരയാത്ര പോകുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 1 സഞ്ചി, 2 വടി, 3 അപ്പം, 4 പണം, 5 വസ്ത്രം. അതായത് സഞ്ചി, വടി, അപ്പം, പണം, വസ്ത്രം എന്നിവയെല്ലാം യഹൂദൻ്റെ ദൂരയാത്ര പോകുമ്പോൾ അദ്ദേഹം കരുതിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യേശു സുവിശേഷ ദൗത്യത്തിൽ ശിഷ്യന്മാർക്ക് കൊടുത്ത 2 കാര്യങ്ങൾ എന്ത്? യേശുവിൻ്റെ സുവിശേഷ ദൗത്യത്തിൽ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന 2 പ്രധാന കാര്യങ്ങളാണ്. 1 ശക്തി, 2 അധികാരം. ശക്തിയും അധികാരമാണ് യേശു ക്രിസ്തു സുവിശേഷ ദൗത്യത്തിന് വേണ്ടി ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരുന്ന കാര്യം. സുവിശേഷ ദൗത്യത്തിലുള്ളവർ വീടുകൾ പെട്ടവർ അല്ലെങ്കിൽ സുവിശേഷ ദൗത്യമായി പുറപ്പെടുന്നവർ വീടുകൾ മാറി മാറി താമസിക്കരുത് എന്ന് യേശു പറയാൻ കാരണം എന്താണ്? സുവിശേഷ ദൗത്യമായി പോകുന്നവർ വീടുകളിൽ ചെല്ലുന്ന സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ വീടുകൾ മാറി മാറി പോകരുത്, ഒരു വീട്ടിൽ തന്നെ താമസിക്കണം എന്ന് യേശു ക്രിസ്തു പറയാൻ കാരണമുണ്ട്. വീട് മാറി മാറി താമസിക്കുന്നവർ സുഖാന്വേഷികളും അതുപോലെ തന്നെ കലഹപ്രിയരും ആയിരിക്കും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. വീട് മാറി മാറി താമസിക്കുന്നവർ സുഖാന്വേഷികളും കലഹപ്രിയരുമായിരിക്കും. അതുകൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഒരു വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനം ചെയ്യണം എന്ന് യേശു ക്രിസ്തു തൻ്റെ പ്രവർത്തനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. യേശു ഏൽപ്പിക്കുന്ന ദൗത്യത്തിൻ്റെ 2 വശങ്ങളെയാവാം. യേശു ഏൽപ്പിക്കുന്ന ദൗത്യത്തിന് 2 വശങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 1 പ്രസംഗിക്കുക, 2 സൗഖ്യമാക്കുക. പ്രസംഗിക്കുക, സൗഖ്യമാക്കുക എന്നാണ് യേശു ഏൽപ്പിക്കുന്ന ദൗത്യത്തിന് 2 വശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആത്മീയകാര്യം മാത്രമല്ല ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മീയകാര്യം മാത്രമല്ല ദൈവരാജ്യ അനുഭവം പിന്നെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. 1 നോമ്പിൻ്റെയും ശരീരത്തിൻ്റെയും സമഗ്രമായ സ്വസ്ഥതയാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. നോമ്പിൻ്റെയും ശരീരത്തിൻ്റെയും സമഗ്രമായ സ്വസ്ഥതയാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. 7ാമത്തെ പാഠം നമുക്ക് നോക്കാം. പുനരുത്ഥാനം നീതിയുടെ പുനഃസ്ഥാപനം എന്നുള്ളതാണ്. പുനരുത്ഥാനം നീതിയുടെ പുനഃസ്ഥാപനം എന്നാണ് ഉള്ള ഭാഗമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. വേദഭാഗം എസ്കേൽ പ്രവചനം 37-ാം അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങളാണ്. വാക്യം എസ്കേൽ 37-14 ആണ് തന്നിരിക്കുന്നത്. വാക്യം എസ്കേൽ 37-14 ആണ് തന്നിരിക്കുന്നത്. ബൈബിളിലെ സാൻമാർഗിക ചിന്തയെപ്പറ്റി അല്ലെങ്കിൽ സാൻമാർഗിക ചിന്തയുടെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. ബൈബിളിലെ സാൻമാർഗിക ചിന്തയുടെ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി, ന്യായമാണ് ബൈബിളിലെ സാൻമാർഗിക ചിന്തയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് നോക്കാൻ സാധിക്കും. നീതി, ന്യായവും. എസ്കേൽ പ്രവാചകനോട് ദൈവം ഒരിക്കൽ ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ഒരിക്കൽ ചോദിച്ചു. അസ്ഥികൾ അല്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥികളിലെ ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തി എസ്കേൽ നിർത്തി ദൈവം ചോദിക്കുന്നു, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ എന്നുള്ളതാണ്. ഇതാരെക്കുറിച്ചാണ് നമുക്ക് നോക്കാം. ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് ഇസ്രായേൽ ജനതയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനം വീണ്ടും അടിമത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വരും എന്നാണ് ദൈവം എസ്കേൽ പ്രവചനത്തിലൂടെ ഈ ഭാഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഉണങ്ങി വരേണ്ട അസ്ഥികൾ വീണ്ടും ജീവിക്കുന്ന ഉള്ള പാദത്തിന് ഇസ്രായേൽ ജനം വീണ്ടും പൊതുജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു ഉദാഹരണത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് തിരികെ വരും, പൊതുജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. അതിൽ ഇപ്പോഴത്തെ അവരുടെ രാഷ്ട്രവും നിലനിൽപ്പും നമുക്കത് കണ്ടാൽ മനസ്സിലാക്കും. അപ്പോൾ അത് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായി തീർന്നിരിക്കുന്നു, പുതിയ ജീവിതത്തിൽ തിരികെ വന്നിരിക്കുന്നു, അടിമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തീയ പ്രത്യാശയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തീയ പ്രത്യാശയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ പുനരുത്ഥാനമാണ് ക്രിസ്തീയ പ്രത്യാശയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത്. യേശുവിൻ്റെ പുനരുത്ഥാനം ആണ് ഉദ്ദേശിക്കുന്നത്. ആദിമ സഭയിലുള്ളവർ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ പരസ്പരം പറയുന്ന വാക്ക് അല്ല പരസ്പരം അഭിവാദം ചെയ്യുന്ന വാക്ക് ഏതാണെന്ന് നോക്കാം. ആദിമ സഭയിലുള്ളവർ ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ പരസ്പരം പറയുന്ന വാക്കാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവർ ആരാധനയിൽ പങ്കെടുത്തിരുന്നത്. 8ാമത്തെ പാഠം നോക്കണം. പാഠം 8 ദൗത്യവും സാമൂഹിക പ്രതിബദ്ധതയും എന്നുള്ളതാണ്. ദൗത്യവും സാമൂഹിക പ്രതിബദ്ധതയും എന്നുള്ളതാണ്. വേദഭാഗം മീഖാ പ്രവചനം 2-ാം അധ്യായം 1-10 വരെയുള്ള ഭാഗങ്ങളാണ്. മീഖാ പ്രവചനം 2-ാം അധ്യായം 1-10 വരെയുള്ള വാക്യങ്ങൾ. വാക്യം മീഖാ പ്രവചനം 6-8.
വാക്യമായിട്ട് തന്നിരിക്കുന്ന മീഖാപ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം. യെശയ്യാപ്രവാചകൻ്റെ സമകാലീനായിരുന്ന പ്രവാചകൻ ആര്? അല്ലെങ്കിൽ യെശയ്യാപ്രവാചകൻ ജീവിച്ചിരുന്ന ആ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന പ്രവാചകൻ ആര്? അത് മീഖാപ്രവാചന യെശയ്യാപ്രവാചകൻ്റെ സമകാലീനായിരുന്നു മീഖാപ്രവാചകൻ എന്ന് പറയാൻ പറ്റും. മീഖാപ്രവാചകൻ എതിർത്തിരുന്ന 2 കാര്യങ്ങൾ ഏവ? മീഖാപ്രവാചകൻ എതിർത്തിരുന്ന കാര്യങ്ങൾ ഏവയാണെന്ന് നോക്കാം. 1, ന്യായപ്രമാണത്തിൻ്റെ ലംഘനം. 2, പുരോഹിതന്മാരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഴിമതി എന്നിവയാണ് മീഖാപ്രവാചകൻ ശക്തിയായി എതിർത്തിരുന്നത്. 1, ന്യായപ്രമാണത്തിൻ്റെ ലംഘനം. 2, പുരോഹിതന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഴിമതിയെ പറ്റിയാണ് അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ അഴിമതിയെ പറ്റിയായിരുന്നു മീഖാപ്രവാചകൻ എതിർത്തിരുന്നത്. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവർ ആരാണെന്ന് നോക്കാം. ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തവർ ആരാണ്? ധാർമ്മിക ബോധവും സാമൂഹിക നീതിയും ഇല്ലാത്തവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ധാർമ്മിക ബോധവും സാമൂഹിക നീതിയും ഇല്ലാത്ത ആൾക്കാർക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9-ാമത്തെ പാഠം നമുക്ക് നോക്കാം. സന്യാസ പ്രസ്ഥാനങ്ങൾ എന്നതാണ് പാഠത്തിൻ്റെ ഭാഗത്തിൻ്റെ ഹെഡിങ്. സന്യാസ പ്രസ്ഥാനങ്ങൾ. വേദഭാഗമായിട്ട് തന്നിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം, മത്തായിയുടെ പുസ്തകശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെ ഉള്ള ഭാഗങ്ങളാണ്. വേദഭാഗമായിട്ട് തന്നിരിക്കുന്നത് മത്തായിയുടെ ശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ. വാക്യം ലൂക്കോസ് ശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. വാക്യമായിട്ട് തന്നിരിക്കുന്നത് ലൂക്കോസ് ശേഷം 9-ാം അധ്യായം 23-ാം വാക്യമാണ്. 1-ാമത്തെ ക്വസ്റ്റ്യൻ, സന്യാസ ജീവിതം എന്നാൽ പറഞ്ഞാൽ എന്താണ്? സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് സ്വയപരിത്യാഗത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും വഴിയിൽ ദൈവവുമായി ചേർന്ന് ധ്യാനനിരതമായ ജീവിതം നയിക്കുന്നവരാണ് സന്യാസികൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. സന്യാസ ജീവിതം എന്താണെന്ന് ഉള്ള ക്വസ്റ്റ്യന് കൊടുത്തിരിക്കുന്ന ഉത്തരം സ്വയപരിത്യാഗത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും വഴിയിൽ ദൈവവുമായി ചേർന്ന് ധ്യാനനിരതമായ ജീവിതം നയിക്കുന്നവരാണ് സന്യാസികൾ എന്ന് അറിയപ്പെടുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സന്യാസ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. പാറയിൽ ശരീരത്തെ തളയ്ക്കുക, പുല്ല് മാത്രം കഴിക്കുക, സ്തംഭത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഏകാന്ത തടവ് അനുഭവിക്കുക, വ്യക്തിശുചിത്വം ഒഴിവാക്കുക, സ്വയം വേദന അനുഭവിക്കുക എന്നിവയ്ക്കാണ് സന്യാസി ജീവിതത്തിലെ പ്രത്യേകതകൾ. അതായത് സന്യാസ ജീവിതത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാറയിൽ ശരീരത്തെ തളച്ചിടുക, നല്ല ആഹാരത്തിന് പകരം പുല്ല് മാത്രം കഴിക്കുക, സ്തംഭത്തിൽ അതായത് സുഖങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക, ഏകാന്ത തടവ് അനുഭവിക്കുക, വ്യക്തിശുചിത്വം ഒഴിവാക്കുക, സ്വയം വേദന അനുഭവിക്കുക എന്നിവയൊക്കെ ആണ് സന്യാസ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ. പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ സന്യാസ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയെ പറ്റി നമുക്ക് ബൈബിളിൽ വായിക്കാൻ സാധിക്കും. അത് മത്തായിയുടെ സുവിശേഷത്തെ ആദ്യ ഭാഗത്ത് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാരാനെ പറ്റിയാണെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ കാലഘട്ടത്തിൽ സന്യാസ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനാണ് സന്യാസി ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 9 പാഠം നമ്മൾ ആവർത്തനം ചെയ്തു കഴിഞ്ഞു. ഇനി 3 പാഠം കൂടെ മാത്രമേ ഉള്ളൂ. ഇത്രയും പാഠങ്ങൾ വളരെ ഭംഗിയായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ജനുവരിയിലാണ് പരീക്ഷ നടക്കുന്നതായിട്ട് അറിയുന്നത്. അതിനുവേണ്ടി ഒരുങ്ങി പഠിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ കാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പാഠം ഞാൻ അവസാനിപ്പിക്കുന്നു.